നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കല്യാണം നടക്കരുത്, ഈ കല്യാണം നടത്തരുത്. അത് പറയാൻ താനാരാ? എന്റെ പേര് ഹർഷൻ. കാർത്തികയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. കാലം നിർത്തി ആലോചിക്കാനായിട്ടേ വരുന്ന തെച്ചിക്കോട്ട് രാമേന്ദ്രനൊന്നും അല്ലല്ലോ. അല്ല, ഈ ആനപ്രേമികൾക്കേ അങ്ങനെ പരിപാടി ഉള്ളതാ. പൊന്നി, സത്യമേ, താലവും കുട്ടികളും ഒക്കെ അവിടെ റെഡിയാ. എന്നാ പോയി കാർത്തിക മോളെ ആനയിച്ചോണ്ട് വാ. എന്നാ ഇനി പെൺകുട്ടി പിടിച്ചോണ്ട് വരേണ്ട, താരം കൈമാറേണ്ട ചടങ്ങാ. അതാരാ ഏറ്റുവാങ്ങുന്നതെന്ന് വെച്ചാ മുന്നോട്ട് വരിക. ശ്യാമേ, നീ ആ ചടങ്ങ് നടത്തേണ്ടത്. ഞാനോ? എന്റെ കുഞ്ഞേച്ചിയെ എന്നേക്കുമായി ഇവിടുന്ന് പടിയിറക്കാൻ ഞാൻ തന്നെ അവൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കണോ? ഞാനാണോ അവളെ ആനയിച്ച് പന്തലിലേക്ക് കൊണ്ടുവരേണ്ടത്? താലം ഒന്ന് വാങ്ങിക്കേ, എന്നിട്ട് അതുമായി ചെന്ന് കാർത്തികയെ കൂട്ടിക്കൊണ്ടുവാ. സമയം പോകുന്നു. ഭഗവാനെ കൃഷ്ണ, എന്നോട് പൊറുക്കണേ. എന്റെ കുഞ്ഞേച്ചിയുടെ ചിതയ്ക്ക് ഞാൻ തന്നെ തീ കൊളുത്തുന്നത് പോലെ ആയല്ലോ ദൈവമേ ഇത്. ശ്യാമ വന്ന് വാങ്ങിക്കേ, നോക്കി നിൽക്കാതെ. ലോകത്തിലത് ചടങ്ങൊക്കെ ഭാമ നടത്തും. അതിന് പറ്റിയൊരു പൂജാരി എവിടെ നിന്ന് കിട്ടിയെന്താ? രാഘവട്ട, ശ്യാമേ വന്ന് വാങ്ങിക്കേ. ഈ താലം വാങ്ങിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ വാങ്ങിക്കണം. ഒരു ദക്ഷിണയും കരുതിയിരിക്കണം. അപ്പൊ അതാ കാര്യം. രോഹിത്തെ കൊടുക്ക. എന്നാ ഇനി പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നോളൂ. കുഞ്ഞേച്ചി, താലി കെട്ടുന്ന മഹാകർമ്മം ഇവിടെ നടക്കാൻ പോവാ. കുഞ്ഞേച്ചിയുടെ ശ്യാമയ്ക്ക് അതിന്റെ ഒരു ഭാഗമാകേണ്ടി വന്നിരിക്കുക. ഈ പാപം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിന് മുൻപ് ഹർഷനെയും കൂട്ടി കുഞ്ഞേച്ചി ഇനി എത്തുവോ? ഇല്ലെങ്കിൽ ഞാനിവിടെ തളർന്നു വീണ് ചത്തുവോ? അതാ എന്റെ അവസ്ഥ. ചെന്നോളൂ, പെൺകുട്ടിക്ക് താലം കൈമാറിയിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചോളൂ. ആ, എന്നാ വരനിങ്ങോട്ടിരിക്കാം. വിഷ്ണു വാ, ചെന്നിരിക്കേ. വിഷ്ണു അങ്ങോട്ടിരിക്കേ. അങ്ങോട്ടിരിക്കും മോനെ. ചെല്ല്, ഇരിക്കേ. അമ്മ എന്തൊക്കെ കാണിക്കുന്നു? ഇരിക്കടാ. എല്ലാ കാര്യങ്ങളും അമ്മ പറയും പോലെ മകൻ ചെയ്യൂ. ശ്യാമേ, ഈ കല്യാണം നടക്കില്ല. ഈ കല്യാണം നടക്കരുത്, ഈ കല്യാണം നടത്തരുത്. അത് പറയാൻ താനാരാ? എന്റെ പേര് ഹർഷൻ. കാർത്തികയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു.
എന്നെ വിവാഹം കഴിക്കാനും എന്നോടൊപ്പം കഴിയാനും വേണ്ടിയാണ് ജയശങ്കറുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ കാർത്തിക വീട് വിട്ടിറങ്ങിയത്. ഞങ്ങളെ ഇനിയെങ്കിലും ഒന്ന് ഒന്നിക്കാൻ അനുവദിക്കണം. പണ്ടെങ്ങാണ്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ആ പെണ്ണിന്റെ കല്യാണ മുഹൂർത്തത്തിനല്ല ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് വരേണ്ടത്. താൻ ഇത്രയും നാൾ ഈ രാജ്യത്തൊന്നും അല്ലായിരുന്നോ? അല്ലായിരുന്നു, ഞാൻ അമേരിക്കയിലായിരുന്നു. ഒരു ജോലി സമ്പാദിച്ചിട്ട് കാർത്തികയെ അവളെ അച്ഛനോടും അമ്മയോടും മാന്യമായിട്ട് ചോദിക്കാനിരുന്നതാ ഞാൻ. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പുതിയ കഥകളും കൊണ്ട് എന്റെ മകന്റെ വിവാഹം മുടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക അല്ലേ? രോഹിത, പോലീസിനെ വിളിക്കടാ. ഈ കള്ളനെയും കള്ളിയും പോലീസ് തന്നെ വന്ന് കൊണ്ടുപോട്ടെ. വിളിക്കടാ പോലീസിനെ. പോലീസ് വരട്ടെ. ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് സത്യാമ്മയെ തന്നെയായിരിക്കും. നിലവിൽ വിവാഹമോചനം നേടാത്ത മകനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് അകത്ത് കിടക്കേണ്ടി വരും. ഹർഷൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഹർഷൻ തിരിച്ചു വരാനുള്ള സമയം വരെ ഒളിച്ചു താമസിക്കാൻ വേണ്ടി കാർത്തിക തിരഞ്ഞെടുത്ത വഴിയായിരുന്നു വിഷ്ണുവേട്ടനുമായി നടന്നുവെന്ന് പറയുന്ന ആ വിവാഹം. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാതിരിക്കാൻ ഈ നാടകം ഒരു വഴിയായി വിഷ്ണുവേട്ടനും കാണുകയായിരുന്നു. പിന്നെ ഇടക്കാലത്ത് കാർത്തികയ്ക്കുണ്ടായ മാറ്റം, ഉണ്ടായ താല്പര്യം, അതിന് മറുപടി പറയേണ്ടത് ഇവളോ, ഈ മധുശ്രീ. ഹർഷന്റെ വിവാഹം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി മോർഫ് ചെയ്ത ഹർഷന്റെ കുറെ ഫേക്ക് ഫോട്ടോസ് കാർത്തികയ്ക്ക് അയച്ചു കൊടുത്തിട്ട് വിഷ്ണുവേട്ടനെ വിവാഹം കഴിക്കേ ഇനി നിനക്ക് മാർഗമുള്ളൂ എന്ന് ഓതി കൊടുത്തിട്ട് കാർത്തികയെ തെറ്റിദ്ധരിപ്പിച്ചത് ഇവളാ, ഈ മധുശ്രീ. എനിക്കെന്റെ കാർത്തികയെ വേണം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. ദാ. അപ്പോ കഥ അങ്ങനെയാണ് കേട്ടോ. ഒരു സിനിമ കഥ കേൾക്കുന്ന പോലെയാ ഞാൻ കേട്ടത്. ഇനിയിപ്പോ ഇവിടെ എന്ത് നടക്കും? അതിനാ ചെക്കൻ വിചാരിക്കണം. എന്നിട്ട് ആ ശാലിനി ഒന്നുടങ്ങ് കെട്ടണം. അതിനാ ചെക്കൻ വിചാരിക്കോ അവൻ അമ്മ പേടിയല്ലേ? ഈ ശാലിനിക്ക് ഇത്രയൊക്കെ ചെയ്യാങ്കി ഈ ചെക്കന് ഇതിനപ്പുറം ചെയ്യാൻ പറ്റും. നീ കണ്ടോ ഇനി ആ കളി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.